ആം ആദ്മി പാർട്ടി കേരളത്തിൽ തരംഗമാവുമെന്നാണ് പാർട്ടിയിലെ അണികളും മറ്റും എപ്പോഴും പറഞ്ഞു കേൾക്കുന്നത്. ഒരുപക്ഷെ ദേശീയ നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായിരുന്ന അരവിന്ദ് കെജ്രിവാൾ മദ്യ അഴിമതി ആരോപണത്തിൽ ഇഡി അറസ്റ്റ് ചെയ്ത് ജയിൽവാസം അനുഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ പാർട്ടി കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മറ്റെവിടെയെങ്കിലുമൊക്കെ തങ്ങളുടെ പാർട്ടിക്കൊടി പാറിക്കുമായിരുന്നു എന്ന കാര്യത്തിൽ രാഷ്ട്രീയ നിരീക്ഷകർക്ക് പോലും സംശയമില്ല. എന്നാൽ കേരളത്തിൽ ആം ആദ്മി പാർട്ടി സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. റീൽസും സെൽഫ് പ്രൊമോഷനുകളും അല്ലെങ്കിലും അവർ ഏറ്റെടുക്കുന്ന വിഷയം സാമൂഹിക പ്രസക്തിയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. തെരുവുനായ ആക്രമണം ഉണ്ടായപ്പോഴും കേരളത്തിലെ വിവിധ സ്റ്റേഷനുകളിലായി കസ്റ്റഡി മർദ്ദനം ഉണ്ടായപ്പോഴും ആം ആദ്മി പ്രവർത്തകർ തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുകയുണ്ടായി. അത് അവർ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുവാൻ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുകയും ചെയ്തു. ആം ആദ്മി പ്രവർത്തകർ എന്ത് പ്രക്ഷോഭം നടത്തുമ്പോഴും ഭരണവർഗത്തിന്റെ കഴിവുകേടുകൾക്കെതിരാണ് പ്രതിഷേധിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെയും ആഭ്യന്തര വകുപ്പിനെയും ഏത് നേരവും കുറ്റപ്പെടുത്തുവാനും സമയം കണ്ടെത്തുന്ന കാര്യത്തിൽ ആം ആദ്മി പ്രവർത്തകർ ഒട്ടും പിന്നിലല്ല. കഴിഞ്ഞ മാസം ഡൽഹി മുൻ മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ അരവിന്ദ് കെജ്രിവാൾ ആയുർവേദ ചികിത്സയ്ക്കായി കേരളത്തിലെത്തിയിരുന്നു. കോട്ടയം കാഞ്ഞിരപ്പള്ളി പാറത്തോട്ടിലെ മടക്കക്കുഴി ആയുർവേദ ആശുപത്രിയിലാണ് അദ്ദേഹം ചികിത്സയ്ക്കായി എത്തിയത്. സെപ്റ്റംബർ 10 ബുധനാഴ്ച വൈകിട്ട് 7 പാറത്തോട് മടക്കക്കുഴി ആയുർവേദ ആശുപത്രിയിലെത്തിയ കെജ്രിവാൾ ഒരാഴ്ചത്തെ ചികിത്സയ്ക്കായാണ് അവിടെ കഴിഞ്ഞത്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെയും കേരള പോലീസിനെയും നിരന്തരം കുറ്റം പറയുന്നവരാണ് ആം ആദ്മി പ്രവർത്തകർ. എന്നാൽ തങ്ങളുടെ ദേശീയ നേതാവ് കേരളത്തിൽ കാലുകുത്തിയത് മുതൽ ചികിത്സാ കേന്ദ്രത്തിൽ എത്തുന്നതുവരെ അകമ്പടി പോയത് കേരള പോലീസ് തന്നെയാണ്. കെജ്രിവാൾ ഡൽഹി മുൻ മുഖ്യമന്ത്രി ആയതുകൊണ്ടും നിലവിൽ അദ്ദേഹം കുറ്റാരോപിതനായതുകൊണ്ടും കെജ്രിവാൾ കേരളത്തിലെത്തിയാൽ അദ്ദേഹത്തിന്റെ സുരക്ഷാ ചുമതല കേരള പോലീസിന് തന്നെയാണ്. എന്നാൽ വളരെ രഹസ്യ സ്വഭാവത്തോടെയാണ് കെജ്രിവാൾ കേരളത്തിലെത്തിയതെന്നാണ് കേരളത്തിലെ പാർട്ടി ചുമതലയുള്ള പലരും പറഞ്ഞു കേട്ടത്. രഹസ്യ സ്വഭാവമുള്ള സന്ദർശനമായതിനാൽ തന്നെയും കേരളത്തിലെ പല പാർട്ടി പ്രവർത്തകർക്കും അദ്ദേഹത്തെ കാണാനോ സംസാരിക്കാനോ അവസരം ലഭിച്ചില്ലെന്നും കേൾക്കുന്നു. എന്നാൽ കാണാൻ അവസരം ലഭിച്ചെന്ന് പറയുന്ന പ്രവർത്തകർക്ക് തെളിവ് കാണിക്കാൻ ഒരു ഫോട്ടോ പോലും പക്കലില്ല എന്നതും മറ്റൊരു സത്യമാണ്. കാണാൻ അവസരം കിട്ടിയ പാർട്ടി പ്രവർത്തകരും അവസരം കിട്ടാത്ത പ്രവർത്തകരും തമ്മിൽ മത്സരിക്കുമ്പോൾ കോട്ടയത്ത് ആയുർവേദ ചികിത്സാ കേന്ദ്രത്തിൽ കെജ്രിവാളിന് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തത് കാഞ്ഞിരപ്പള്ളി MLA-യും കേരള കോൺഗ്രസ് അംഗവുമായ N ജയരാജാണ് എന്നാണ് ചില വിശ്വസ്ത കേന്ദ്രങ്ങളിൽ നിന്നും ലഭിച്ച വിവരം. ആം ആദ്മി പാർട്ടിയുടെ കേരള ഘടകത്തിൽ ഇത്രയും ചുണക്കുട്ടികൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് കെജ്രിവാളിന് സൗകര്യങ്ങളും സഹായത്തിനുമായി ഒരു ഇടതുപക്ഷ MLA രംഗത്തിറങ്ങി എന്ന സംശയമാണ് പൊതുവെ ഉയരുന്നത്. N ജയരാജും കെജ്രിവാളും സൗഹൃദത്തിലാണോ അതോ മറ്റ് എവിടെ നിന്നെങ്കിലും ലഭിച്ച നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണോ ജയരാജ് കെജ്രിവാളിന് സുരക്ഷ ഒരുക്കിയതെന്നൊക്കെയുള്ള സംശയങ്ങൾ അങ്ങിങ്ങായി ഉയരുന്നുണ്ട്. കേരളം ഉറ്റുനോക്കുന്ന 2026 പൊതു തിരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി കേരളത്തിൽ വേരോടിക്കുമെന്ന് പറയുന്ന പ്രവർത്തകർ തന്നെ അന്തം വിട്ടിരിക്കുകയാണ് പുതിയ നീക്കം കണ്ട്. വരുന്ന തിരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി LDF പക്ഷം പിടിക്കുമെന്നതിന്റെ ശക്തമായ സൂചനകളാണ് കോട്ടയം സന്ദർശനം കൊണ്ട് രാഷ്ട്രീയ കേരളത്തിന് ലഭിച്ചതെന്നാണ് പലരും പറയുന്നത്. ആം ആദ്മി പാർട്ടിക്ക് കേരളത്തിൽ വലിയ ചലനങ്ങളൊന്നും സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന തിരിച്ചറിവാണ് ഭരിക്കുന്ന പാർട്ടിയോട് തന്നെ കൂറു പുലർത്തി മുന്നേറാമെന്ന ചിന്തയ്ക്ക് പിന്നിലും. പ്രതിപക്ഷം മറ്റും പല വിവാദങ്ങളും ഒതുക്കുന്നതിന്റെയും മുഖ്യമന്ത്രി കസേരയ്ക്കായുള്ള പിടിവലികളുടെയും പിറകെ പോകുമ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടത് സർക്കാർ തന്നെ അധികാരത്തിൽ വരുമെന്ന് ഉറപ്പിച്ചായിരിക്കാം കെജ്രിവാളും ചൂലും ഇടതുപക്ഷം പിടിക്കുന്നത്.